പ്രൈസ് ദി ലോർഡ്. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. സാധാരണഗതിയിൽ നമ്മൾക്കിന്ന് ക്ലാസ് ഇല്ലാത്തതാണെങ്കിലും ഉത്ഥാന മഹോത്സവത്തിൻ്റെ ഈ വലിയ സന്തോഷത്താൽ പുളകിതായ സഭ ആനന്ദാഹ്ലാദത്തിൽ ആയതുകൊണ്ട് നമുക്ക് ഇന്നും നാളെയും ഈ പഠന പരമ്പര, ഈ ധ്യാന പരമ്പര തീരുന്നത് വരെ നിർത്താതെ നമ്മൾ നീങ്ങും എന്നതാണ് ഒരാശയം. കർത്താവേ, ഇന്നും നമ്മൾ ഈ ഉത്ഥാന മഹോത്സവത്തിൻ്റെ ആനന്ദം ഈ പഠന പരമ്പര അവസാനിക്കുന്നത് വരെ നമ്മൾ നിർത്താതെ നടത്തും. സ്നേഹമുള്ളവരെ, ഒരുപാട് പേരുടെ വളരെ ഹൃദയം നിറഞ്ഞ ആനന്ദത്തിൻ്റെ അലേടികൾ എന്നെ അറിയിച്ചു. എനിക്ക് ഇന്നലത്തെ ക്ലാസ് എൻ്റെ വ്യക്തിപരമായി എനിക്കറിയില്ല, വലിയ ഒരഭിഷേകമായിരുന്നു. ഞാൻ മുഴുവൻ സമയം കണ്ണുനീരോടെയാണ് ആ എക്സോൾട്ടഡ്, ആ മഹത്വഗീതം പാടിയതും കേട്ടതും. അതിനെക്കുറിച്ച് വളരെ വലിയ വിചിന്തനങ്ങളെല്ലാം കർത്താവ് തന്നത്. അതിലേക്ക് ഇനി ഞാൻ തിരിച്ചു പോകുന്നില്ല. പക്ഷേ അത് വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്ക് തന്നെ തോന്നുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ അനുഭവത്തിൽ ഒരു സാക്ഷ്യം കൂടി ഒന്ന് കേൾക്കാം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരി ടെസ്സി മെൽവിൻ ഒരുപാട് പേര് അനുഭവങ്ങൾ പറഞ്ഞു. അതിൽ ടെസ്സി മെൽവിൻ്റെ അനുഭവം നമുക്കൊന്ന് കേൾക്കാം, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. പ്രൈസ് ദി ലോർഡ് ബ്രദർ. CCC 1076 പറയുന്ന ക്രിസ്തു തന്റെ രക്ഷാകർമ്മത്തെ തന്റെ സഭയുടെ ആരാധനാക്രമത്തിലൂടെ അവിടുന്ന് വരുന്നതുവരെ വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു എന്നത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് മാത്രമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അത് അങ്ങനെയല്ല, ആരാധനാക്രമം മൊത്തത്തിലുള്ള ഒരു കാര്യമാണെന്ന് ഇന്നാ മനസ്സിലായത്. പുരോഹിതൻ ആ പാസ്കൽ കാൻഡിൽ എടുത്ത് അതിൽ നെടുകയും കുറുകയും വരകൾ വരച്ച് ആൽഫയും ഒമേഗയും പോലെ 2024 എഴുതി കഴിയുമ്പോൾ അത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനും ആദിയും അന്തവുമായ കാലങ്ങളുടെയും യുഗങ്ങളുടെയും കർത്താവായ ഉൽപ്പത്തി 1:3 തുടങ്ങി വെളിപാട് 22:5 പറഞ്ഞ കർത്താവിന്റെ പ്രകാശമായി മാറുന്നു, ആ ദീപസ്തംഭം ആയി മാറുന്നു എന്നതും, അതുപോലെ ആ 5 കുന്തിരിക ഗോളങ്ങള് അത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ മഹത്വമേറിയ ശരീരത്തിലെ 5 തിരുമുറിവുകളാണെന്നും മനസ്സിലായി ബ്രദറെ. അതുപോലെ കർത്താവാകുന്ന ആ പ്രകാശത്തിന് മാത്രമേ അന്ധകാരം, പാപം, ശിക്ഷ ഇതെല്ലാം ദൂരീകരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ പരിഹാരം ചെയ്തു നടന്നിട്ട് കാര്യമില്ല എന്നും, അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവ്, തലമുറകളിലേക്ക് വിശ്വാസം പകരാതിരിക്കുന്നത് നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ കുറവ്, ആഴമില്ലാത്ത വിശ്വാസം. അതായത് ഒരു പൂവ് വിടർന്നാൽ മാത്രമേ അതിന്റെ സൗരഭ്യം പുറത്തേക്ക് പടരുകയുള്ളല്ലോ. അതെന്ന് പറഞ്ഞ എക്സാമ്പിള്. അതുപോലെ നമ്മുടെ ജന്മഭാവവും കർമ്മഭാവവും അതിന്റെ കടങ്ങളും ശിക്ഷയും എല്ലാം കർത്താവ് തന്റെ രക്തത്താലാണ് വീട്ടിയത്. ബ്രദർ അയച്ചു തന്ന ആ ഗാനം, അതിലെ 1-2 ലൈനുകൾ മാത്രമേ ഇതിനു മുമ്പ് ബ്രദർ തന്നെ പാടി ഞാൻ കേട്ടിട്ടുള്ളൂ. ആദത്തിൻ പിഴ കാരണമായതും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ എന്നുള്ള അത് ഫുൾ സോങ്, അതൊരു ഫുൾ സ്ട്രെച്ചിൽ കേൾക്കുമ്പോൾ അത് എന്തൊരു നല്ല അനുഭവമാണ് തരുന്നത്. ഇതുവരെ അത് കേൾക്കാൻ സാധിച്ചില്ലല്ലോ എന്നാണ് ഇപ്പൊ എന്റെ വിഷമം. അതിന്റെ ആശയങ്ങളും എത്ര ആ പഴയകാല സഭാപിതാക്കന്മാര് ഉണ്ടാക്കിയ ആ ഗാനത്തിന്റെ അർത്ഥവും ആഴവും ഒന്നും ഇന്നെങ്കിലും അത് കേൾക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ദൈവത്തിന് നന്ദി പറയുന്നു.
അതുപോലെ കർത്താവിന്റെ സമയത്തെ നമ്മൾ എത്ര ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് ബ്രദർ ചോദിച്ചതൊരു ചോദ്യചിഹ്നമായിട്ട് ഒരു കുറ്റബോധത്തോടെ ഞാൻ ഓർക്കുന്നു. അതുപോലെ മറ്റുള്ളവരുടെ പാപത്തോട് നമുക്കുള്ള മനോഭാവം, കർത്താവ് അവരോട് ക്ഷമിക്കുന്ന മനോഭാവം നമുക്കുണ്ടോ എന്നതും, ഇത്തരം ചിന്തകളൊക്കെയാണ് ഇന്ന് എന്നെ ടച്ച് ചെയ്തത് ബ്രദറെ. താങ്ക് യു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ടെസ്സി മെൽവിൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. വരുവിൻ, നമുക്ക് ഇനി തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ഈസ്റ്റർ പ്രിപ്പറേഷൻ ധ്യാനത്തിന് മുൻപ് കിഴക്കിൻ്റെ വെളിച്ചത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ കിഴക്കൻ സഭകളുടെ ആരാധന രീതി വളരെ ശ്രേഷ്ഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് തുടർന്ന് നമ്മൾ ഇനി പഠിക്കും. അതെല്ലാം പഠിച്ചതിന് ശേഷം ഇപ്പോൾ ലത്തീൻ സഭയുടെ ഈ ആരാധന ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ചിലവർക്ക് ഒരു സംശയം, അപ്പോൾ ഈ നമ്മുടെ സുറിയാനി കുർബാനയിൽ ഉയർപ്പ് ഞായറാഴ്ച ഇത്രയും വലിയ ആഘോഷമൊന്നും ഇല്ലല്ലോ, അതെന്താ ബ്രദറെ അങ്ങനെ? നമ്മൾ കിഴക്കൻ ആരാധനയ്ക്ക് ഇത്രയും വലിയ ഇതെല്ലാം കണ്ടെത്തിയിട്ട് ഇപ്പം നോക്കുമ്പോൾ കിഴക്കൻ സഭയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷത്തെക്കാളും വളരെ വലിയ ആഘോഷമായി ലത്തീൻ ആരാധനക്രമത്തെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സഭകളുടെയും വ്യത്യസ്ത ആരാധന രീതിയെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് പെട്ടെന്നൊന്ന് അതിനെക്കുറിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഉടനെ മുന്നോട്ട് പോകാം. ഇപ്പോൾ ലത്തീൻ ആരാധനാക്രമത്തിലെ ഒരു പ്രത്യേകത, ഇതൊരു കുറ്റം പറയാനാരും തോന്നരുത്, ഈ വളരെ ആഘോഷപൂർവമായ ഉത്ഥാന മഹോത്സവം, അതുപോലെ തന്നെ ഈശോയുടെ ജനന തിരുനാളിൻ്റെ മഹോത്സവം, അതായത് ക്രിസ്മസ്, ഇത് രണ്ടും വളരെ ആഘോഷമായിട്ട് ഒരുപക്ഷെ 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന കുർബാനയും ഇതെല്ലാമാണ്. ഇനി പറയാൻ പോണത് ഞാൻ കുറ്റപ്പെടുത്തിയല്ല. ഇപ്പം ഇവിടുത്തെ പള്ളിയിൽ ഞാൻ ഈ പ്രാവശ്യം ഉയർപ്പിലില്ലായിരുന്നെങ്കിലും മറ്റ് ഉയർപ്പ് തിരുനാളിനുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലെ കുർബാന കംപ്ലീറ്റ് വളരെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പോലെയാണ്. അവിടെ ഈവൻ ഈ ഒക്ടേവ്, ഈ 8ാമടത്തിൻ്റെ സമയത്ത് തന്നെ ഇവിടെ 25-30 മിനിറ്റ് കൊണ്ട് കുർബാന തീരും. അതാണ് ഒരു വിഷമം. അപ്പോൾ ദിവസങ്ങളിൽ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇത് ക്ലാരിഫിക്കേഷന് വേണ്ടി പറയാണ്, നമ്മൾ കുറ്റം പറയുകയല്ല. ദിവസങ്ങളിൽ ഗ്ലോറിയ പാടുന്നില്ല, വിശ്വാസ പ്രമാണം ചെല്ലുന്നില്ല, വചന വ്യാഖ്യാനമില്ല. അങ്ങനെ ഏറ്റവും ചുരുങ്ങി അത് ആഘോഷമാവുന്നില്ല. ഇതെല്ലാം ഇതിന് മാറ്റമുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഓക്കെ, ഇനി സുറിയാനി കുർബാനയിൽ എന്താ സിറ്റുവേഷൻ? സുറിയാനി കുർബാനയ്ക്ക് വാസ്തവത്തിൽ സുറിയാനി കുർബാനയ്ക്ക് ആഘോഷമായ ഒരു കുർബാന ക്രമമുണ്ട്. അതിന് റാസാക്രമം എന്ന് പറയും. റാസാക്രമം ഈ പുസ്തകം റാസാക്രമത്തിൻ്റെയാണ്. അതാണ് യഥാർത്ഥ ആഘോഷമായ കുർബാനക്രമം. ആ റാസ കുർബാനക്രമം നമ്മൾ ഒരു ദിവസം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ റാസ കുർബാനക്രമം നമ്മൾ ആഘോഷപൂർവ്വം അർപ്പിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ ഈ ഉത്ഥാന മഹോത്സവത്തിൻ്റെ അതുപോലത്തെ അനുഭവമായിരിക്കും. 2 മണിക്കൂർ നേരത്തോളം എടുക്കും ആ കുർബാനയ്ക്ക്. അതിൽ സവിശേഷമായ ഒരു കാര്യം, ഇവിടെ നമ്മൾ ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ചിഹ്നങ്ങളായിട്ട് ഈ വിശുദ്ധ തിരി
പാസ്കൽ കാൻഡിൽ ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടുത്തെ രണ്ട് സുറിയാനി കുർബാനയിലെ കുരിശ് തന്നെ ഉത്ഥാനത്തിൻ്റെ ചിഹ്നമായിട്ടുള്ള ഒരു കുരിശാണ്. ഇവിടെ എൻ്റെ അടുത്ത് അതില്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരണം. സീറോ മലബാർ കുരിശ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അത് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കുരിശ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു കുരിശാണ്. അതുകൊണ്ടാണ് ആ കുരിശിൽ ഈശോയുടെ രൂപമില്ലാത്തത്. ഇതുപോലെ ഈ പാസ്കൽ കാൻഡിൽ ഈശോയുടെ രൂപമില്ല. ഇത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ പ്രതീകമാണ് ഇവിടെ. എന്നപോലെ സീറോ മലബാർ മാർസ്ലീവ കുരിശിൽ ഈശോയുടെ രൂപമില്ല. അത് ഉത്ഥാനത്തിൻ്റെ അടയാളവും അതിൻ്റെ നാല് ഇത് വേറൊരു കുരിശാണ്. ഏതായാലും ഇത് ഏതാണ്ട് അതുപോലെയാണ്. ഇതിൻ്റെ മൂന്ന് വശത്തും പൂമുട്ടുകൾ പോലെയാണത് സീറോ മലബാർ ആ കുരിശ്. അതെല്ലാം ഉത്ഥാനത്തിൻ്റെ പൊതുജീവന്റെയും അതിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതും എല്ലാം. അപ്പം അതിനെക്കുറിച്ചൊക്കെ ധ്യാനിക്കണം. അപ്പം അതിൽ റാസ കുർബാനയിൽ കുരിശ് ചുംബനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ആ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം വൈദികൻ ജനമധ്യത്തിലേക്ക് വന്ന് അവിടെ ഒരു സ്വർണ അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ അടയാളമായി ഈശോയുടെ കബറിടത്തിൻ്റെ അടയാളമായിട്ട് ഒരു വിരി വിരിച്ച് ആ വിരിയിൽ ചുറ്റും മുട്ടിൽ നിന്ന് സാഷ്ടാംഗം വീണ് വൈദികൻ 12 പ്രാവശ്യം, അതായത് ഓരോ ദിക്കിലേക്കും തിരിഞ്ഞ് 3 പ്രാവശ്യം ആ വിരിയെ ചുംബിച്ചുകൊണ്ട് സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. പാവനമാം ബലിപീഠേ വന്നെത്തി വൈദികൻ, സ്വർഗത്തേക്ക് കരങ്ങൾ ഉയർത്തിയവൻ റൂഹായേ, പ്രാർത്ഥനയോടെ ക്ഷണിപ്പൂ, സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാ വന്നു വസിച്ചു, മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാ ഈ യാഗത്തിൽ തൻ ശോണിതവും. അപ്പോൾ ഇത് എൻ്റെ ട്യൂണല്ല, ഇതിൻ്റെ ട്യൂൺ ശരിക്കും. അപ്പം ഇവിടെ റൂഹാ വന്നു വസിച്ചു, മിശിഹാതൻ തിരുഗാത്രം പാവനം. അപ്പം ഇതെല്ലാം ആ സമയത്ത് 4 ദിക്കിലേക്കും തിരിഞ്ഞ് വൈദികൻ സാഷ്ടാംഗം വീണ അല്ലെങ്കിൽ കുനിഞ്ഞ് ചുംബിക്കുന്നു. എന്നിട്ട് മുട്ടിൽ നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തുണ്ടാകുന്ന ആ അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പം എന്ത് പറയാനാ, ഇപ്പോൾ അതാണ് സീറോ മലബാറിലെ പ്രശ്നം. ഇപ്പം ഈ കുർബാന പ്രശ്നങ്ങളുടെ തർക്കവും ഇതിൻ്റെ എല്ലാം പേരിൽ ഈ മഹത്വമേറിയ റാസ കുർബാനയൊന്നും അർപ്പിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. കാരണം പ്രശ്നങ്ങളാണ്. ഇത്രയും വലിയ ഒരു നിധിയാണ് ഇത്. അപ്പോൾ നമ്മൾ കാഞ്ഞിരപ്പള്ളി, കോട്ടയം, ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ ധ്യാനം നടത്തുന്ന സമയത്ത് ഞാൻ ആ ധ്യാനത്തിൽ അവിടുത്തെ ബഹുമാനപ്പെട്ട വൈദികരോട് പറഞ്ഞ് ആ റാസ കുർബാന അർപ്പിക്കാറുണ്ട്. അങ്ങനെ അർപ്പിച്ചപ്പോഴാണ് പലരും പറയുന്നത്, അയ്യോ ഇത് ഞങ്ങൾ ഇന്നേ വരെ കേട്ടിട്ടേ ഇല്ല. ഏത് സീറോ മലബാറിൽ തന്നെ ചിലർക്ക്. അപ്പോൾ നമ്മളിതെല്ലാം ഈ നിധികളൊക്കെ നമ്മൾക്ക് സീറോ മലബാറിലും ഉണ്ട്. എങ്കിലും അത് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാനോ അനുഭവിക്കാനോ നമുക്ക് യോഗം ഉണ്ടായിട്ടില്ല എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഞാനിത് ഈ പരമ്പര കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഈ റാസ കുർബാനേനെ ഇതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മലങ്കര കുർബാനയിലും. മലങ്കര റീത്തിലും വളരെ വലിയ ആഘോഷപൂർവമായ ശുശ്രൂഷയാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ചിലവർക്കൊരു പ്രയാസം ഉണ്ട്, അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ആ ഓരോ റീത്തിലും
വ്യത്യസ്തമാണ്, എന്നാൽ അതിമനോഹരമായ വലിയ മഹത്വത്തിൻ്റെ അനുഭവം തന്നെയാണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വന്നെത്തിയിരിക്കുന്നത് ഈ പെസഹ പ്രഘോഷണ ഗീതം ആലപിച്ചതിൻ്റെ അവസാന ഭാഗം. അവസാന ഭാഗത്ത് ഞാനൊന്ന് വിവരിക്കാൻ ഉള്ള സമയമുണ്ടായില്ല. അതൊന്ന് വിവരിക്കാൻ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അവസാന ഭാഗം, അതിനാലെ കർത്താവെ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടത്തെ നാമമഹത്വത്തിനായി. പിന്നെ അടുത്ത വാക്ക്, ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. ഇതൊന്നും അല്ലായിരിക്കും ട്യൂൺ, എങ്കിലും ഇതിൻ്റെ സാരാംശം മനസ്സിലാക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആരംഭിച്ചത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം തന്നെ ജ്ഞാനസ്നാനത്തിൽ. നമുക്കിനി ഇവിടെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് വരും. എങ്കിലും ഇവിടെ ഈ വാക്ക്, ഈ തീനാളം അല്ലെങ്കിൽ ഈ തിരി നമ്മൾ ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ സംഭവം നമ്മുടെ ജ്ഞാനസ്നാനമാണ്. അപ്പോൾ ആ ജ്ഞാനസ്നാനത്തിൽ നമ്മുടെ കയ്യിൽ ഈ പാസ്കൽ കാൻഡിലിൽ നിന്ന്, ഈ പെസഹ തിരുനാളിൻ്റെ ഈ തിരിയിൽ നിന്നാണ് അങ്ങനെ അവസാനം തീ വന്നു. ഇവിടെ തീ വന്നു കണ്ടോ? യെസ്, അതാണ്. അപ്പോൾ ഈ പാസ്കൽ കാൻഡിലിൽ നിന്നാണ് നമ്മൾ നമ്മുടെ മാമോദീസ തിരി കത്തിച്ചു. അപ്പം ഇവിടെ നമ്മൾ ഈ ഗാനത്തിലുണ്ടായ ഒരു വരി ഇങ്ങനെയായിരുന്നു: ഈ ഉത്ഥാനത്തിൻ്റെ ഈ തിരിയിൽ നിന്നും എത്രത്തോളം തിരി കത്തിച്ചാലും ഈ തിരിയിലെ പ്രകാശം മങ്ങുന്നില്ലായിരുന്നു. ഇപ്പം ഇവിടെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് ഈ ഒരു അടയാളം. അല്ലോ, ഇത് ക്രിസ്തു ഇന്നലെയും ഇന്നും ആദിയും അന്തവും ആൽഫായും ഒമേഗായും ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും, അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും, അവിടത്തേക്ക് മഹിമയും ആധിപത്യമാണ് ഈ തിരി. ഈ തീ ആധിപത്യമാണ്. ഈ തീ ആൽഫായും ഒമേഗായുമാണ്. ഈ തീ ഉയർത്തെഴുന്നേറ്റ തീയാണ്. ഈ തീയിൽ നിന്നാണ് ഇതാ നമ്മളാകുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ തിരി കൊളുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഉള്ളിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ ഗാനത്തിൻ്റെ ഈ ഭാഗം ഓർക്കാൻ. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടത്തെ നാമമഹത്വത്തിനായി. എന്താണ് അവിടെ? ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. കണ്ടോ? ഇപ്പൊ ഈ തിരി, നമ്മൾ ഓരോരുത്തരുടെ കയ്യിൽ തന്ന ഈ തിരി പൊലിയാതെ, ഈ തിരി കെടാതെ. ഇപ്പൊ ഈ മെഴുകുതിരി കെടാതെ സൂക്ഷിക്കണത് മെഴുകുതിരിക്ക് പറ്റുമോ? മെഴുകുതിരിയാണോ ഇത് കെടാതെ സൂക്ഷിക്കണേ? ഈ മെഴുകുതിരി ആര് കൊളുത്തിയോ ആ ആൾ ഇത് കെടാതെ സൂക്ഷിക്കണം. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ കർത്താവിനോട് പ്രാർത്ഥിക്കണേ? അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു. അപ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനത്തിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നതിനെയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗാനത്തിൽ അതെല്ലാം കേട്ടു. ആദത്തിൻ്റെ പാപത്തെ എങ്ങനെ
അന്ധകാരത്തെ എങ്ങനെ പ്രകാശമാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ ശുദ്ധീകരിച്ച തെളിച്ച ഈ കൈത്തിരി കണ്ടോ, ഈ കൈത്തിരി പൊലിയാതെ, ഇത് പൊലിയാതെ കൂരിരുൾ നീക്കിരട്ടെ. അപ്പൊ ഇത് പൊലിയാതെ എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് നല്ല കാറ്റ് വരാണെങ്കിൽ ഇത് പൊലിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പാപത്തിലേക്ക് വീണു പോകാനുള്ള അവസ്ഥയുണ്ടാകും. പക്ഷെ അവിടെയെല്ലാം കർത്താവേ, നീ തന്നെ സംരക്ഷിക്കണേ, നീ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുദിനം ഉണ്ടാകുന്ന കൂരിരുകളെ അകറ്റണമേ. അതിനാലെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ, അവിടത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു. അപ്പൊ നമ്മളെപ്പോഴും അത് പറഞ്ഞിട്ടുള്ളതാണ്. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവീകരിക്കുക, മഹത്വീകരിക്കുക, നീതീകരിക്കുക. ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ. അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയ പുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു, മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം. അതാണ് കർത്താവിൻ്റെ ആ സർവാധിപത്വം. എന്നുമെന്നും ജീവിക്കുന്നവനും ജീവൻ പകരുന്നവനും സകലത്തെയും ജീവനിലേക്ക് നയിക്കുന്നവരുമാണ്. ഇതൊക്കെ എടുത്താൻ പോവാണ്. അപ്പം നമ്മുടെ ഈ എല്ലാ ദിവസവും ഇനി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ അല്പസമയം, ഇന്നലെ തന്നെ ഒരു സഹോദരി എനിക്കൊരു സന്ദേശം തന്നു. ഇന്നലെ കുർബാന കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഈ പാസ്കൽ ക്യാൻഡിലിൻ്റെ അടുത്ത് പോയി നോക്കി നിന്നു. ഈ പറഞ്ഞ അത് ഓരോന്നും ശ്രദ്ധിച്ചു. അപ്പോൾ വലിയ ഒരു ആനന്ദവും ഹൃദയത്തിൽ വലിയ ഒരു അനുഭവം തോന്നിയെന്ന് പറയണം. എന്തുകൊണ്ടാണ് അത്? ഈ ലിറ്റർജി ആരാധനക്രമം കർത്താവ് അതിനുവേണ്ടിയാണ് ഉണ്ടാക്കിയത്. 1076. അപ്പോൾ 1076 ഇപ്പോൾ ടെസ്സിയുടെ ആ സാക്ഷ്യത്തിൽ പറഞ്ഞല്ലോ, അത് കുർബാനയെ സംബന്ധിച്ച് മാത്രമല്ല ആരാധനക്രമം മുഴുവനെ സംബന്ധിച്ചും 1076 അല്ലെങ്കിൽ ലിറ്റർജി മുഴുവനിലും അത് ബാധകമാണ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ധൃതി പിടിക്കാണ്ട് സാവധാനം പറയുന്നത്, എനിക്ക് തന്നെ ഇത് പടിപടിയായിട്ട് ഇതിങ്ങനെ വിടർന്ന് കിട്ടണം ഞാനിത് പറയുമ്പോൾ കേട്ടോ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ആ ഗാനരൂപത്തിൽ പാടിയത് ഗദ്യരൂപത്തിലുമുണ്ട്. അപ്പൊ വാസ്തവത്തില് ഗാനരൂപത്തിൽ പാടിയല്ലോ എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഞാൻ വേണ്ടാന്ന് വെക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഗദ്യരൂപത്തിൽ ഒന്ന് വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഗദ്യരൂപത്തിൽ അതൊന്ന് വായിക്കാം നമുക്ക് കേട്ടോ. അതിങ്ങനെയാണ്: സ്വർഗീയ മാലാഖാവൃന്ദം ആർത്തുല്ലസിക്കട്ടെ, ദിവ്യരഹസ്യങ്ങൾ ആനന്ദപ്രഭമാകട്ടെ, മഹോന്നത രാജാവിൻ്റെ വിജയം വിളംബരം ചെയ്യുന്ന കാഹളനാദം മുഴങ്ങട്ടെ, നമ്മുടെ രക്ഷയും പ്രഖ്യാപിതമാകട്ടെ. സമൃദ്ധമായ കാന്തി പ്രസരത്തിൽ മുങ്ങിത്തെളിഞ്ഞ ഭൂതലമേ, നീയും സന്തുഷ്ടയാവുക. സനാതന രാജന്റെ തേജസ്സിനാൽ ഭാസുരമായ ലോകമേ, നിന്നെ വലയം ചെയ്തിരുന്ന അന്ധകാരം മാഞ്ഞുപോയി എന്നറിയുക. അപ്പൊ ഇവിടെ ഇതിലാണ് ഞാനിത് ഗദ്യരൂപത്തിൽ വായിക്കാൻ തന്നെ തീരുമാനിച്ചത്. നമ്മളെപ്പോഴും രക്ഷ എന്നത് മനുഷ്യന്റെ ഒരു രക്ഷയെക്കുറിച്ചാണ് പലപ്പോഴും ചിന്തിക്കാറ്. നമ്മൾ ജനനത്തിരുനാളിൻ്റെ സമയത്ത്, ക്രിസ്മസ് സമയത്ത്
ക്രിസ്മസ് രഹസ്യത്തിൽ നമ്മൾ മനസ്സിലാക്കി മനുഷ്യാവതാരം വചനം മാംസമായി എന്ന് പറഞ്ഞാൽ നിത്യവചനമായ ഈശോ മാംസം ധരിച്ചു എന്ന് പറഞ്ഞാൽ ആ മാംസം എന്നതിൽ മനുഷ്യൻ മാത്രമല്ല, ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും അതിൽ ഉൾക്കൊള്ളുന്നു. അങ്ങനെ വാസ്തവത്തിൽ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവൻ ഈശോയിലുണ്ട്. എന്തുകൊണ്ട്? കൊളോസോസ് 1:15 കൊളോസോസ് 1:15 പൗലോസ്ലീഹയ്ക്ക് കിട്ടിയ ദൈവിക വെളിപാടാണത്. അതായത് ഈശോയിൽ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഉണ്ട്. ഈശോ സകല സൃഷ്ടിയുടെയും ആദ്യ ജാതനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഉത്ഥാന മഹോത്സവം ഇപ്പൊ ഇവിടെയെല്ലാം യൂറോപ്പിലെല്ലാം ഇപ്പം മഞ്ഞുകാലത്ത് വൃക്ഷങ്ങളുടെ ഇലകളും പൂക്കളെല്ലാം പോയി ഉയർപ്പ് വന്നപ്പോഴേക്കും എല്ലാ വൃക്ഷങ്ങളും പൂത്ത് ഇലകൾ ആയി വളരെ മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ചുറ്റിക്കാണുന്നത്. എന്ന പോലെ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെടും എന്ന് വിശ്വസിക്കണം. അത് ആണ് നമ്മൾ 1042 ഈശോയുടെ വീണ്ടും വരവിൽ എന്ത് സംഭവിക്കും? മനുഷ്യരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഈശോയെ പോലെ പുതിയ മഹത്വീകരിച്ച ശരീരവും ആത്മാവുമായിട്ട് ഈശോടൊപ്പം വസിക്കുകയും അതോടൊപ്പം സൃഷ്ടിപ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടും. സൃഷ്ടിപ്രപഞ്ചം മുഴുവനും അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആ വലിയ അളവ്, വലിയ ഒരു വിസ്താരമുണ്ടാകുന്നത്. വിസ്താരം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ എന്താണ് ആ വിശ്വാസത്തിൻ്റെ ഒരു ചക്രവാളം. അപ്പോൾ അവിടെ മനുഷ്യവംശത്തോടൊപ്പം 1042 2-ാം ഭാഗം, മനുഷ്യവംശത്തോടൊപ്പം മനുഷ്യനോട് ഗാഠമായി ബന്ധപ്പെട്ടിരിക്കുന്നതും, ഇത് ലൂമൻ ജെൻഷ്യം 48, അവനിലൂടെ സ്വന്തം ഭാഗധേയം പ്രാപിക്കുന്നതുമായ പ്രപഞ്ചം തന്നെയും ക്രിസ്തുവിൽ പരിപൂർണമായി പുനഃസ്ഥാപിക്കപ്പെടുന്ന സമയം വരുമ്പോൾ സഭ സ്വർഗീയ മഹത്വത്തിൽ പൂർണ്ണത നേടും. അപ്പോൾ ഇതിനി കൂടുതലുണ്ട്, അത് മുഴുവൻ ഇപ്പോൾ ഞാനിവിടെ വായിക്കുന്നില്ല. അപ്പോൾ ഞാനിത് ഈ ഭാഗം പഠിച്ചപ്പോൾ സമൃദ്ധമായ കാന്തി പ്രസരത്തിൽ മുങ്ങിത്തെളിഞ്ഞ ഭൂതലമേ നീയും സന്തുഷ്ടയാവുക. കണ്ടോ? ഭൂതലമേ നീയും സന്തുഷ്ടയാവുക. സനാതന രാജന്റെ തേജസ്സിനാൽ ആണ്. സനാതന രാജൻ തേജസ്സിനാൽ ഭാസുരമായ ലോകമേ നിന്നെ വലയം ചെയ്തിരുന്ന അന്ധകാരം മാഞ്ഞുപോയി എന്നറിയുക. ഇതെല്ലാം ഓരോ കുർബാനയിലും സംഭവിക്കുന്നു എന്ന് നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രബോധന ഭാഗം ഞാൻ വീണ്ടും ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. തിയോഫറിക്കൽ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. തിയോഫറിക്കൽ അതായത് നമ്മൾ സമർപ്പിക്കുന്ന അപ്പവും വീഞ്ഞും. ഈ അപ്പം ഗോതമ്പിൽ നിന്നുണ്ടായതാണ്. ഈ ഗോതമ്പ് മനുഷ്യൻ്റെ ശ്രമത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലവും ഭൂമിയുടെ ഫ്രൂട്ട് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഫലവുമാണ്. എന്നപോലെ എല്ലാം അങ്ങനെ ആ മാറ്റർ എന്ന പോലെ തന്നെ ഈ മെഴുകുതിരി തേനീച്ചകളുടെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണ് ഈ മെഴുക്. അതും നമ്മളിതിൽ പാടുന്നുണ്ട്. അതുപോലെ പുഷ്പങ്ങളിൽ നിന്നുള്ള തേനിൽ നിന്നുണ്ടായതാണ് ഈ മെഴുക്. അങ്ങനെയുള്ള ഈ മാറ്റർ ഇപ്പൊ ഇവിടെ തിരിവെഞ്ചിരിക്കുമ്പോൾ അതിന് വേറൊരു വശമാണ്. എന്നാൽ വിശുദ്ധ കുർബാനയിൽ ആ ഗോതമ്പ് അപ്പമാകുന്ന മാറ്റർ ദൈവീകരിച്ച് ഈശോയുടെ ശരീരമായി മാറുന്നു.
ഒന്നാലോചിച്ച് നോക്കി, ഈശോയുടെ ശരീരമായി മാറുന്നു. അതായത് ഈ പ്രകൃതിയിൽ നിന്നെടുത്ത ഈ മാറ്റർ ഈശോയുടെ ശരീരമായി മാറിക്കൊണ്ട് ഈശോയെ നമ്മളിലേക്ക് പകർന്നുകൊണ്ട് ആ സൃഷ്ടി നമ്മളെ ദൈവീകരിക്കുന്നതിന് നിമിത്തമാകുന്നു. അതിനാണ് അവിടെ പറഞ്ഞൊരു വാക്ക് തിയോഫറിക്കൽ. എന്നിട്ട് മാർപ്പാപ്പ പറയുകയാണ്, ഇങ്ങനെ കാലക്രമേണ ഈ വിശുദ്ധ കുർബാനയിലൂടെ ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും രൂപാന്തരീകരിക്കപ്പെടും. അതെല്ലാം ഈ ഭാഗം വായിച്ചപ്പോൾ നമുക്ക് ഓർക്കാം. സമൃദ്ധമായ കാന്തിപ്രസരത്തിൽ മുങ്ങിത്തെളിഞ്ഞ ഭൂതലമേ, നീയും സന്തുഷ്ടയാവുക. സനാതന രാജന്റെ തേജസ്സിനാൽ ഭാസുരമായ ലോകമേ, നിന്നെ വലയം ചെയ്തിരുന്ന അന്ധകാരം മാഞ്ഞുപോയി എന്നറിയുക. ഇനി തുടർന്ന് സഭാമാതാവ് ഈ മഹാദീപത്തിന്റെ മഞ്ജുളപ്രഭ തഴുകി ആഹ്ലാദഭരിതയാവട്ടെ. ഈ ദേവാലയം ജനസഞ്ചയത്തിന്റെ ഹർഷാരവം കൊണ്ട് മുഖരിതമാകുകയും ചെയ്യട്ടെ. തുടർന്ന് വത്സല സഹോദരരെ, ഈ ഭദ്രദീപത്തിന്റെ നിറവെളിച്ചമേൽക്കുന്ന നിങ്ങൾ എന്നോടൊത്ത് സർവശക്തനായ ദൈവത്തിന്റെ കാരുണ്യം പ്രാർത്ഥിക്കുവിൻ. അയോഗ്യനായ എന്നെയും വൈദിക ഗണത്തിൽ ചേർക്കാൻ തിരുമനസായ തമ്പുരാൻ തന്റെ പ്രകാശധാരയാൽ ഈ മണിവിളക്കിന്റെ സ്തുതി പാടാൻ എന്നെ പ്രാപ്തനാകട്ടെ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിന്നെ കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഇനി അദൃശ്യനും സർവശക്തനും ദൈവവുമായ പിതാവിനെയും ഉണ്ടോ, അവിടുത്തെ ഏകപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും ഉൾത്തിങ്ങിയ ഭക്തിയോടും കൂടെ മധുരവചനങ്ങളാൽ വാഴ്ത്തിപ്പാടുന്നത് അത്യന്തം ഉചിതവും ന്യായവും തന്നെ. ആദത്തിന്റെ പാപം മൂലം നിത്യപിതാവിനോടുണ്ടായ കടം ക്രിസ്തു നമുക്ക് വേണ്ടി വീട്ടി. ഉണ്ടോ, ഇതൊന്നുകൂടി പ്രഖ്യാപിക്കാൻ കൂടി വേണ്ടിയാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ. ഈ ഉയർപ്പിന്റെ അനുബന്ധിച്ചിട്ടാണ് കർത്താവിന്റെ കരുണയുടെ തിരുനാൾ. കരുണയുടെ പടത്തിനെല്ലാം നമ്മൾ വെച്ചേക്കണ ഒരു കാര്യം, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. എന്താ ശരണപ്പെടുന്നതിൻ്റെ കാരണം? എന്ത് കാര്യത്തിലാണ് നമ്മൾ ശരണപ്പെടേണ്ടത്? നമ്മൾ ശരണപ്പെടേണ്ടത് ഈശോ നമ്മുടെ കടം വീട്ടി. ഇതാണ്. ഇത് വിശ്വസിക്കാനാണ് നമ്മൾക്ക് ബുദ്ധിമുട്ട്. നമ്മൾ ഈ തോമസ് പോൾ അങ്ങനെയൊക്കെ പറയൂട്ടാ. പിന്നെ ഈ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്താ? ഇതൊക്കെ കൊളറാനത്തിനും കാണിച്ചിട്ടല്ലേ? ഈ അപ്പാപ്പനും അമ്മരും തലമുറകളായിട്ട് പ്രശ്നങ്ങൾ കൊണ്ടല്ലേ നമുക്ക് ഈ ശാപമുണ്ട്. ഇത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പാപം. ഈ പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ കോൺസിക്വൻസുകളെ കുറിച്ചുമുള്ള തെറ്റായ ധാരണ അത് മാറിയാലേ ഇതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇതിൽ പങ്കെടുക്കുന്ന നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു രഹസ്യം, എന്താണ് ആരാധനക്രമം? വെളിവാക്കപ്പെടുന്നു, പുനരാവിഷ്കരിക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. എന്ത്? ഈ ഒരു സത്യം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം, വെളിവാക്കപ്പെടണം. ക്രിസ്തു ഈ പീഡാസകരം മരണ ഉത്ഥാനത്തിലൂടെ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ സംശയമുണ്ടെങ്കിൽ, ഞാൻ ആരോടും ഒന്നും പറയാറില്ല, ഞാൻ തന്നെയാണ് എല്ലാ വാട്സപ്പ് മെസ്സേജും വായിക്കുന്നതും ഉത്തരം തരണം. വേറെ ആരും അതിൻ്റെ അടുത്തില്ല. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എനിക്ക്
മെസ്സേജ് ഇടുക, ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഈ സംശയമാണ്. ഇതാണ് എൻ്റെ സംശയം. ഇത് ശരിയാണോ? ഈ പാപബന്ധനങ്ങൾ ഇങ്ങനെ പോവുമോ? ഇതൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പിന്നെ എൻ്റെ കുടുംബത്തിൽ ഈ പ്രശ്നം? അപ്പോൾ ഞാൻ അതിന് സഭയുടെ പ്രബോധനം അനുസരിച്ച് കൃത്യമായ മറുപടി ഞാൻ തരാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നമ്മുടെ വിശ്വാസം കൃത്യമാകുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളെ പ്രത്യാശയാണ്. ഇപ്പോൾ മാർപ്പാപ്പയുടെ ഒരു പ്രബോധനം ഇതാ അടുത്ത് തന്നെ വരാൻ പോകുന്നു, പ്രത്യാശയെക്കുറിച്ച്. മാർപ്പാപ്പയും പറയുന്നത് ഇത് തന്നെയാണ്. കർത്താവ് ഒരുപാട് നാൾ മുമ്പ് മാർപ്പാപ്പ ഇറക്കിയ 2018 ഇറക്കിയ പ്രബോധനമാണ് ഗൗഡാത്തെ എക്സുൾട്ടാത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. അതിൽ 52ാമത്തെ ഖണ്ഡികയിൽ പറയുകയാണ്, ഏറ്റവും അവഗണിക്കപ്പെട്ട സഭാപ്രബോധനം ഇതാണ്: നമ്മൾ ദൈവത്തിൻ്റെ കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയുടെ അല്ല എന്ന്. ഇതാരും പറയണില്ല. സഭയുടെ പ്രബോധനം ഇതാണ്. മാർപ്പാപ്പ പറയണത് ഇത് മാർപ്പാപ്പയുടെ പ്രബോധനമായിട്ടല്ല, സഭയുടെ ഔദ്യോഗിക പ്രബോധനം ആരംഭം മുതലേ ഇതാണ്: നമ്മൾ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപയിലൂടെയാണ്, നമ്മൾ ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലും എല്ലാം പറയണം. അത് നമ്മൾ സമ്മതിക്കില്ല, അത് നമ്മളിപ്പോഴും പ്രഖ്യാപിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു രഹസ്യത്തെ ഒന്ന് സ്വീകരിക്കൂ, ഇപ്പോൾ തന്നെ ഒന്ന് സ്വീകരിക്കൂ. ആദത്തിൻ്റെ പാപം മൂലം നിത്യപിതാവിനോടുണ്ടായ കടം ക്രിസ്തു നമുക്ക് വേണ്ടി വീട്ടി അല്ലോ. അപ്പൊ നമുക്കിനി കടവില്ലേ? അതാണ്, അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു. Church has repeatedly taught that we are justified not by our own works or efforts, but by the grace of the Lord who always take the initiative. അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണം. അതിൻ്റെ അടിസ്ഥാനമായ പ്രബോധനമാണ് ഇവിടെ നമ്മൾ പാടുന്നത്. ആദത്തിൻ്റെ പാപം മൂലം, അതാണ് ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം, കണ്ടോ, കടം വീട്ടി. ക്രിസ്തു നമുക്കായി തൻ രക്തം ഒഴുക്കി. ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തി ഒഴിച്ച ശിക്ഷകളും. ഇത് വെറും ഒരു നമ്മൾ എഴുതിയേക്കണ ഗാനമായിട്ടല്ല കണക്കാക്കേണ്ടത്. ഇത് സഭയുടെ ലിറ്റർജിയാണിത്. എന്താണ് ലിറ്റർജി? വെളിപ്പെടുത്തപ്പെടുകയും സന്നിഹിതമാക്കപ്പെടുകയും പകർന്നു കൊടുക്കപ്പെടുകയും ചെയ്യും ലിറ്റർജി. ഇത് ആദിമകാലം മുതൽ ഉള്ളതുമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഇതൊന്ന് വിശ്വസിക്കാം. ആദത്തിൻ്റെ പാപം മൂലം നിത്യപിതാവിനോടുണ്ടായ കടം ക്രിസ്തു നമുക്ക് വേണ്ടി വീട്ടി. തൻ്റെ ദയാർദ്രതയാൽ ചിന്തിയ രക്തം കൊണ്ട് ആദി പാപത്തിൻ്റെ ശിക്ഷ നീക്കുകയും ചെയ്തു. അപ്പോ പാപത്തിൻ്റെ കടം നീട്ടി എന്ന് മാത്രമല്ല, അതിൻ്റെ ശിക്ഷയും എടുത്തു മാറ്റി. അപ്പൊ ഇനി നമുക്ക് ശിക്ഷയില്ലേ? ശിക്ഷയില്ല. ആർക്ക് ശിക്ഷയില്ല? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷയില്ല. അതാണ്. ആർക്ക് ശിക്ഷയുണ്ട്? ആ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുമ്പോൾ അത് തന്നെ അവന് ശിക്ഷാവിധിയായി. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ? ഇനി യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. കണ്ടോ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമർ 8. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. മനസ്സിലായോ? അതാണ്. അപ്പോ
ആദത്തിന്റെ പാപം മൂലം നിത്യപിതാവിനോടുണ്ടായ കടം ക്രിസ്തു നമുക്ക് വേണ്ടി വീട്ടി തന്റെ ദയാർദ്രമായ. അപ്പോൾ ഇത് നമ്മുടെ സുറിയാനി കുർബാനയില് പ്രാസാക്രമത്തില് പൗലോസ്ലീഹയുടെ ലേഖനത്തിന് മുൻപായിട്ട് ഒരു വ്യാഖ്യാന ഗീതമുണ്ട്. ആ വ്യാഖ്യാന ഗീതത്തിൽ ഇതേ കാര്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതാണ്: സകലേശ്വരനാം ദൈവം ഭൂവിനുടയോൻ രാജമഹേശൻ തന്റെ സ്നേഹവിരുന്നിൽ ക്ഷണമുള്ളോരേ വരുവിൻ നിങ്ങൾ. എന്നിട്ട് അതിന്റെ രണ്ടാമത്തെ സ്റ്റാൻസ: നാഥൻ സദയം നൽകി സൗഭാഗ്യത്തിൻ നിക്ഷേപങ്ങൾ മണ്ണിൽ പാപികൾ വരുവിൻ കടബാധ്യതകൾ നീക്കുക നിങ്ങൾ. കണ്ടോ, അതിന്റെ ഗദ്യരൂപം ഇതാണ്: യാചിക്കുന്നവരുടെ മുമ്പാകെ സൗഭാഗ്യദായകമായ ഭണ്ഡാകാരം തുറന്നു വെച്ചുകൊണ്ട് കർത്താവ് അരുൾ ചെയ്തു, പാപികളെ നിങ്ങൾ വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ. അത് ഞാൻ പറഞ്ഞു, ഇതെല്ലാം സുറിയാനി കുർബാനയിലുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോ ഈ കടപ്പത്രം വരുവിൻ, നിങ്ങളുടെ കടപ്പത്രം തിരികെ വാങ്ങിക്കൊള്ളുവിൻ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതൊന്നങ്ങ് വിശ്വസിച്ചേ. കർത്താവ് ഈശോ മിശിഹ തന്റെ പീഡാനുഭവം മരണ ഉത്ഥാനത്തിലൂടെ നമ്മുടെ കടബാധ്യതകൾ മാറ്റി നമ്മുടെ ശിക്ഷയും മാറ്റിയിരിക്കുന്നു. അതാണ് സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഒരു സ്വാതന്ത്ര്യമാണ്. ഓക്കെ, ഇത് തന്നെയാണ് സാക്ഷാൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും അവിടുത്തെ രക്തം കൊണ്ട് വിശ്വാസികളുടെ കട്ടളപ്പടികൾ വിശുദ്ധമാക്കുകയും ചെയ്യുന്ന പെസഹ മഹോത്സവം. ഇസ്രായേൽ ജനത്തിന്റെ കട്ടളപ്പടികളിൽ കുഞ്ഞാടിന്റെ രക്തം തെളിച്ചപ്പോൾ അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. ഉണ്ടോ? അവരുടെ പാപം ആര് പരിഹാരം ചെയ്തു? അവർ വല്ലതും ചെയ്തോ? അവർക്ക് അന്ന് കർത്താവ് ഈശോ മിശിഹായെ കുറിച്ച് അറിവ് പോലും ഉണ്ടായില്ല. ഈ കുഞ്ഞാടിന്റെ രക്തം തന്നെയാണ് ആ രാത്രിയിൽ അത് ചെയ്തത്. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന രാത്രി എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്, അതായത് ഈശോ മിശിഹായുടെ പീഡാനുഭവം മരണം ഉത്ഥാനം ഈ കാലഘട്ടത്തിൽ നടന്നത്. ഇത് തന്നെയാണ് സാക്ഷാൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും. സാക്ഷാൽ കുഞ്ഞാട് ആരാണ്? സാക്ഷാൽ കുഞ്ഞാട് കർത്താവ് ഈശോ മിശിഹ. പഴയ നിയമത്തിൽ അർപ്പിച്ച കുഞ്ഞാടാണ്, സാധാരണ കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിന്റെ രക്തത്തിന് അവരെ രക്ഷിക്കാനുള്ള വാലിഡിറ്റി, യോഗ്യത വന്നത് യേശുക്രിസ്തു ആവുന്ന സാക്ഷാൽ കുഞ്ഞാട്, അല്ലെങ്കിൽ യേശുക്രിസ്തു താൻ തന്നെ തൻ്റെ ശരീരവും രക്തവും അർപ്പിച്ചുകൊണ്ട് ഒരു കുഞ്ഞാടിനെ പോലെ അങ്ങ് വിട്ടുകൊടുത്തു, ഒരക്ഷരം മിണ്ടാതെ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. ഇത് തന്നെയാണ് സാക്ഷാൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും അവിടുത്തെ രക്തം കൊണ്ട്. ഇനി അന്ന് അവരുടെ കട്ടളപ്പടികളിൽ രക്തം തെളിച്ചപ്പോൾ അവിടെ സംഹാരദൂതൻ പ്രവേശിച്ചില്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ഓരോരുത്തരുടെയും കട്ടളപ്പടിയിൽ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രിതമാക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആത്മാവിൽ ഇനി സംഹാരദൂതൻ പ്രവേശിക്കുമോ? സ്നേഹമുള്ളവരെ, ഒന്ന് വിശ്വസിച്ചേ എന്നിട്ട് അങ്ങ് പ്രത്യാശിക്കുക. പക്ഷെ എന്നിരുന്നാലും സങ്കീർത്തനം 23 പാടുന്ന പോലെ മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നാം നടക്കുന്നതെങ്കിൽ, അതായത് ഈ ലോകം മുഴുവനും ഇപ്പോഴും രക്ഷിക്കപ്പെട്ടിട്ടില്ല, മരണത്തിന്റെ നിഴലിലാണ്. അതിങ്ങനെ ഒരു പ്രോസസ്സാണ്, അത് നടന്നുകൊണ്ടിരിക്കും. അതാണ്, ഇത് തന്നെയാണ് സാക്ഷാൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും അവിടുത്തെ രക്തം കൊണ്ട് വിശ്വാസികളുടെ കട്ടിളപ്പടികൾ വിശുദ്ധമാക്കുകയും ചെയ്യുന്ന പെസഹ മഹോത്സവം.
അപ്പൊ ഈ പെസഹ മഹോത്സവം എന്ന് പറയുന്നത്, അതായത് ഇന്ന് ഈശോ തന്നെ തന്നെ അറക്കാൻ വിട്ടുകൊടുത്തതിലൂടെ ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും ആയതുകൊണ്ട് ഇന്ന് അർപ്പിച്ച ആ രക്തത്തിന് മുൻകാലങ്ങളിൽ പ്രാബല്യം ഉണ്ടായി. എന്തുകൊണ്ടാ? യേശു ക്രിസ്തു ആയിരുന്നവനുമാണ്, വരാനിരിക്കുന്നവരുമാണ്. ഒരിക്കൽ ഇവിടെ ജർമ്മനിയിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പെണ്ണ് പറയാണ്, തോമസ് പോളെ, അപ്പോ ഇനി ജനിക്കാനിരിക്കുന്ന ആളുകളുടെ പാപവും യേശു ക്രിസ്തു ഏറ്റെടുത്തോ? ഇനി തലമുറകളായിട്ട് ജനിക്കാനിരിക്കുന്ന ആളുകൾ ചെയ്യണ പാപവും യേശു ക്രിസ്തു ഏറ്റെടുത്തോ? അതെങ്ങനെയാ? അവർ ജനിച്ചിട്ട് പോലുമില്ലല്ലോ. അതാണ് വിശ്വാസം. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞേ, ഭൂലോക പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കണ്ടോ, ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണേ. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ഏത് പാപ? ഭൂലോക പാപം. ലോകം മുഴുവന്റെയും പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തു. അപ്പൊ അവള് പറയാണ്, അയ്യോ, ഞാൻ അത് അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. വരാനിരിക്കുന്ന തലമുറകളിൽ ഉണ്ടാകാൻ പോകുന്ന പാപവും യേശു ക്രിസ്തു തൻ്റെ ഈ ബലിയർപ്പണത്തിൽ ഏറ്റെടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ആ വരാനിരിക്കുന്ന തലമുറകളിലെ പാപം ഏറ്റെടുക്കാൻ യേശു ക്രിസ്തു വീണ്ടും ജനിക്കുമോ? ഇല്ല. യേശുക്രിസ്തു ഒരിക്കലാണ് മനുഷ്യനായി അവതരിച്ചത്. യേശുക്രിസ്തുവിന്റെ ബലി ഒരിക്കലാണ് അർപ്പിച്ചത്. അതിലെല്ലാം ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നീ പോയി കുമ്പസാരിക്കണം. നീ ധൈര്യമായിട്ട് ഇതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുക. കർത്താവേ, ഞാൻ ഇത് വിശ്വസിച്ചില്ല, അതുകൊണ്ട് എൻ്റെ ആ അവിശ്വാസത്തെ പരിഹരിക്കണേ എന്ന് പറഞ്ഞ് കുമ്പസാരിക്കുക. ഇതൊരു പാപമാണ്. വിശ്വാസമില്ലായ്മയാണ് ഏറ്റവും വലിയ പാപം. വിശ്വസിച്ചാൽ നമ്മുടെ പാപം കർത്താവ് ഏറ്റെടുക്കും. വിശ്വസിക്കണ്ടേ? അപ്പൊ വിശ്വാസമില്ലായ്മ. അപ്പോ അത് കഴിഞ്ഞ് അവള് വളരെ സിൻസിയറാണ്. അവള് ഉച്ച കഴിഞ്ഞപ്പോ ഭയങ്കര ആനന്ദത്തിൽ വന്നേക്കാൻ ഞാൻ കുമ്പസാരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ അടുത്ത തലമുറകളും എൻ്റെ മക്കളും കുഞ്ഞുമക്കളും അവരൊക്കെ എന്തൊക്കെ തിന്മ ചെയ്താലും, തിന്മ ചെയ്യരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, എങ്കിലും ചെയ്താലും അതിനുകൂടി വേണ്ടി എൻ്റെ കർത്താവ് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഒന്ന് വിശ്വസിച്ചേ. നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉത്കണ്ഠ ഇതാണ്, നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും എന്തെല്ലാം കുസൃതിത്തരങ്ങളാണ് ചെയ്യണത്. ഒരു കുസൃതിയായിട്ട് കണക്കാക്കണുള്ളൂ കർത്താവ് ആ കുസൃതിത്തരത്തിനെല്ലാം പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുമ്പോ ആരെ കുറിച്ചാ ചിന്തിക്കണേ? ഭൂലോക പാപം. ഒന്ന് വിശ്വസിക്കൂ. അതാണ്, ഇത് തന്നെയാണ് സാക്ഷാൽ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുകയും അവിടുത്തെ രക്തം കൊണ്ട് വിശ്വാസികളുടെ കട്ടിളപ്പടികൾ വിശുദ്ധമാക്കുകയും ചെയ്യുന്ന പെസഹ മഹോത്സവം. ഈ രാത്രി തന്നെയാണ്, ഇനിയാണ് ഈ രാത്രി എന്ന് ഇവിടെ പല പ്രാവശ്യം പറയാൻ പോകുന്നത്. ഈ രാത്രി തന്നെയാണ് നമ്മുടെ പൂർവികരായ ഇസ്രായേൽ സന്തതികളെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ചത്. കാല് നനയാതെ ചെങ്കടൽ കടന്നു പോരാൻ ഇടയാക്കിയ രാത്രി ഇതാണ്. ഈ രാത്രി തന്നെയാണ് അഗ്നിസ്തംഭത്തിന്റെ ദീപ്തി കൊണ്ട് പാവാന്ധകാരം തുരത്തിയ രാത്രി. ഈ രാത്രി തന്നെയാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുവിശ്വാസികളെ ദുർഗുണങ്ങളിൽ നിന്നും പാപാന്ധകാരത്തിൽ നിന്നും അകറ്റി വീണ്ടും ദൈവപ്രസാദത്തിൽ ഉയർപ്പിക്കുകയും വിശുദ്ധിയിൽ ബന്ധിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അതങ്ങ് വിശ്വസിച്ചോ? നമ്മളങ്ങ് വിശ്വസിക്കൂ. നമ്മൾ നമ്മുടെ തലമുറകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കല്ല വേണ്ടത്.
നമ്മൾ വിശ്വസിക്കുക, കർത്താവേ നീ അവരെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതായത് എത്രായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഓർക്കണത്. എന്ന മാതിരി ഓർക്കണം, ആയിരിക്കുന്നവനും ഈ ആയിരിക്കുന്നവൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലെ ജനതകളെ കാൽ നനയാതെ ചെങ്കടലിലൂടെ കടത്തിക്കൊണ്ടുവന്ന് രക്ഷിച്ചു. 430 വർഷത്തെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചുവെങ്കിൽ അത് വരാനിരിക്കുന്ന തലമുറകളുടെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കും എന്നതിൻ്റെ ഒരു വലിയ ഉറപ്പ് നമുക്ക് നൽകണം. അതിലൂടെ നമുക്ക് ആ ഉറപ്പ് വേണം. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും. അപ്പൊ ആയിരുന്നവൻ ഇന്ന് ഈശോ അർപ്പിച്ച ഈ ബലിയിലൂടെ പണ്ട് കാലത്തായിരുന്ന തിന്മകളെ എടുത്തു എങ്കിൽ ഈ ബലിയർപ്പണത്തിലൂടെ വരാനിരിക്കുന്ന കാലത്തെ തിന്മകളെയും ഈശോ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കൂ. ഒന്ന് വിശ്വസിക്കൂ. നമ്മുടെ മക്കളും കുഞ്ഞുമക്കളും ഈ അവരിൽ ഉണ്ടാവുന്ന എല്ലാ തിന്മകളും കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. വിശ്വസിക്കുന്നു കർത്താവേ, അങ്ങയുടെ ഈ പ്രകാശം ആൽഫായും ഒമേഗായുമാണ്. അങ്ങ് ആൽഫായും ഒമേഗായുമാണ്. അങ്ങയുടെ ആധിപത്യം തലമുറകളിലാണ് ആധിപത്യം. വിശ്വസിക്കൂ. അതാണ്. അപ്പൊ ഈ രാത്രി തന്നെ നമ്മുടെ പൂർവികരായ ഇസ്രായേൽ സന്തതികളെ ഈജിപ്തിൽ നിന്നും വിമോചിപ്പിച്ചത്, കാല് നനയാതെ ചെങ്കടൽ കടന്നു പോരാൻ ഇടയാക്കിയ രാത്രി ഇതാണ്. ഈ രാത്രി തന്നെയാണ് അഗ്നിസ്തംഭത്തിന്റെ ദീപ്തി കൊണ്ട് പാപാന്ധകാരം തുരത്തിയ രാത്രി. അഗ്നിസ്തംഭം. അപ്പൊ ഇതാണ് ഈ തീത്തൂൺ എന്ന് പറയുന്നത്. തീത്തൂണ് അഗ്നിസ്തംഭം. ആ അഗ്നിസ്തംഭം അന്ന് അവരോട് കൂടെ പോയ പോലെ നമ്മളോട് കൂടെയുണ്ട് അഗ്നിസ്തംഭം. ആ അഗ്നിസ്തംഭം ഈ രാത്രി തന്നെയാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തു വിശ്വാസികളെ ദുർഗുണങ്ങളിൽ നിന്നും പാപാന്ധകാരത്തിൽ നിന്നും അകറ്റി വീണ്ടും ദൈവപ്രസാദത്തിൽ ഉയർപ്പിക്കുകയും വിശുദ്ധിയിൽ ബന്ധിക്കുകയും ചെയ്യുന്നത്. ഈ രാത്രി തന്നെയാണ് മരണത്തിന്റെ ചങ്ങല തകർത്ത് ക്രിസ്തു കല്ലറ വിട്ട് വിജയശ്രീയോടെ ഉയർത്തെഴുന്നേറ്റ മഹനീയ രാത്രി. ഇപ്രകാരം രക്ഷ ലഭ്യമാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജന്മം നിഷ്ഫലമാകുമായിരുന്നു. അതായത് ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് കൊന്നു, കല്ലറയിൽ അടച്ചു. എന്നാൽ ക്രിസ്തു തന്റെ മരണത്താൽ മരണത്തിന്മേൽ വിജയിച്ച ക്രിസ്തു മരിച്ചവരെ അടുത്തേക്ക് ചെന്ന് മരിച്ചവരെയും കൂടി ഉയർപ്പിച്ചു. തനിക്ക് മുമ്പേ മരിച്ച, അതാണ് പാതാളത്തിൽ ഇറങ്ങി എന്ന് നമ്മൾ പറയുന്നത്. ക്രിസ്തു പാതാളത്തിൽ ഇറങ്ങിയത് എന്തിനാണ്? ആദം മുതൽ ഉള്ള സകല മനുഷ്യരുടെയും മരണത്തോട് ചേർന്നുകൊണ്ട് ആ കല്ലറ വിട്ട് വിജയശ്രീയോടെ ഉയർത്തെഴുന്നേറ്റു. അതാണ് ഈശോ മരിച്ചു കിടക്കണ ശരീരത്തിൽ നിന്ന് ഉയർത്തുവെന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത്. അവൻ മരിച്ചവരുടെ അടുത്തേക്ക് പോയി, മരിച്ചവരെല്ലാവരെയും തന്നോടുകൂടെ ഉയർത്തി. അതാണ് നമ്മുടെ വിശ്വാസം. 635 CCC. ഈ രാത്രി തന്നെയാണ് മരണത്തിന്റെ ചങ്ങല തകർത്ത് ക്രിസ്തു കല്ലറ വിട്ട് വിജയശ്രീയോടെ ഉയർത്തെഴുന്നേറ്റ മഹനീയ രാത്രി. ഇപ്രകാരം രക്ഷ ലഭ്യമാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജന്മം നിഷ്ഫലമാകുമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? അതാണ് 2024 എന്ന് പറയുന്നത് ക്രിസ്തുവർഷമാണ്. നമ്മൾക്ക് ജനിക്കാൻ ദൈവം ഭാഗ്യം നൽകിയത് ക്രിസ്തുവർഷത്തിലാണ്. അപ്പൊ തിരി കത്തിക്കുമ്പോൾ നോക്കുമ്പോൾ 2024 എന്ന് പറയുന്നത്
ക്രിസ്തു വർഷമാണ്. അവിടെ അത് എഴുതുമ്പോൾ അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും, അവിടത്തേക്ക് മഹിമയും ആധിപത്യവും. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പെട്ടെന്ന് ഒരു പ്രലോഭനം. ആ പ്രലോഭനം ഇതായിരുന്നു, കുറച്ചു നേരം യൂട്യൂബിലൊരു വീഡിയോ കാണാനായിട്ട്. അപ്പൊ ഞാൻ തന്നെയാണ് ഇന്നലെ പറഞ്ഞത്, നമ്മൾ സമയം കർത്താവിൻ്റെതാണ്, നമ്മുടെ സമയം കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് സമയം വ്യർത്ഥമാക്കി ചെലവാക്കരുത്. അത് ഞാൻ വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെ, അവിടത്തേതാണ് കാലങ്ങളും യുഗങ്ങളും, അവിടത്തേക്ക് മഹിമയും ആധിപത്യം. ഞാൻ ഉടനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഉടനെ അത് ഓഫ് ചെയ്തു. ഞാനിത് എൻ്റെ ഒരു കാര്യം പറയണത് നിങ്ങൾക്കും ഇങ്ങനെ ചിന്തിക്കാം. നമ്മൾ പെട്ടെന്ന് തോന്നി അത് കണ്ടു കളയാൻ കുറച്ചു നേരം, അത് കാണാൻ ഇത്ര സമയം എടുക്കുള്ളൂ. പക്ഷെ ആ സമയം കർത്താവിൻ്റെതാണ്. നമ്മളാരാ തീരുമാനിക്കാൻ? നമ്മൾ ആരുടെയാ? നമ്മൾ കർത്താവിൻ്റെതാണ്. സമയം ആരുടെയാണ്? കർത്താവിൻ്റെതാണ്. സമയത്തിന് അതീതനാണ് കർത്താവ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ സമയം നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം ഉപയോഗിക്കുക എന്നുള്ളതിന് ഒരു ചാൻസ് ആണിത്. നമ്മൾ ഈ സമയം എഴുതിയേക്കണ കാണുമ്പോൾ ഓർക്കണം, ഇത് കർത്താവിൻ്റെ കുരിശിന് ചുറ്റുമാണ്. ആ സമയം കർത്താവിന് ചുറ്റുമാണ് 2024 എഴുതിയേക്കണത്. അത് എനിക്ക് ഇന്നലെ വളരെ ഉപകാരപ്രദമായി. അങ്ങനെ ഞാൻ വൈകുന്നേരമായപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഞാൻ സമയം ഒന്നിലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നൊരു സന്തോഷം എനിക്കുണ്ടായി. ഞാൻ സമയം വൃഥ നഷ്ടപ്പെടുത്തിയിട്ടില്ല, ഞാൻ സമയം ദുരുപയോഗിച്ചിട്ടില്ല എന്ന് എനിക്കൊരു വലിയ സന്തോഷമുണ്ടായി. അതൊക്കെ ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒരു ആശയം പറഞ്ഞതാണ്. നമ്മൾ ചില സമയത്ത് കുറേ സമയം അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് കണ്ടു കളയാം എന്ന് കണ്ട് പിന്നെ അതിനകത്ത് അങ്ങ് ലയിച്ചിരുന്ന് മണിക്കൂറുകൾ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് വിചാരിക്കുന്നത്, അയ്യോ ഈ നേരം കൊണ്ട് സുവിശേഷം വായിച്ചിരുന്നെങ്കിൽ, ഈ നേരം കൊണ്ട് മതബോധനം പഠിച്ചിരുന്നെങ്കിൽ, ഈ നേരം കൊണ്ട് കഥേനാവറയ പഠിച്ചിരുന്നെങ്കിൽ. അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ സമയത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോ ഈ രാത്രി തന്നെയാണ് മരണത്തിന്റെ ചങ്ങല തകർത്ത് ക്രിസ്തു കല്ലറ വിട്ട് വിജയശ്രീയോടെ ഉയർത്തെഴുന്നേറ്റ മഹനീയ രാത്രി. ഇപ്രകാരം രക്ഷ ലഭ്യമാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജന്മം നിഷ്ഫലമാകുമായിരുന്നു. അപ്പൊ ഇപ്പോഴും നമ്മൾ ചിലപ്പോൾ നിഷ്ഫലമായാണ് ജീവിക്കണത്. എന്തുകൊണ്ടാണ് നിഷ്ഫലമായി ജീവിക്കണത്? ഈ രഹസ്യം അറിയാത്തവൻ അവന്റെ ജന്മം നിഷ്ഫലമാണ്. ഇപ്പോൾ ചിലവര് എന്നോട് ചില മെസ്സേജ് അയക്കുന്നത്, അവന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കണു, അവന് പ്രൊമോഷൻ കിട്ടിയിരിക്കണു, അവന് ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യും. എനിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ തോന്നാറില്ല. കാരണം ഞാൻ ഇതെല്ലാം വിട്ടിട്ട് വന്നേക്കണ ആളാണ്. ഞാൻ എത്രയും നല്ല ഒരു ജോലി ഉണ്ടായിരുന്നത്, വളരെ വിജയകരമായി ചെയ്തിരുന്ന ജോലി കർത്താവിനെ പ്രതി ഉച്ഛിഷ്ടമെന്ന് കണക്കാക്കിയിട്ടാണ് വന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും ശ്രേഷ്ഠമായതാൽ മറ്റുള്ളവയെല്ലാം ഉച്ഛിഷ്ടം പോലെ കണക്കാക്കിയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് പറയാണ്, ഇത് കണ്ടോ, അവൻ പഠിച്ച് പാസ്സായി വലിയ ആളായി, അവൻ ഇത്ര ലക്ഷം രൂപ ശമ്പളമാണ്. ഇതെല്ലാം നമ്മളോട് പറയുമ്പോൾ തന്നെ എനിക്ക് വേദനയാണ്. ദൈവമേ, ഈ ലക്ഷങ്ങളെ എണ്ണാനും ആണോ നമ്മൾ ജീവിക്കണേ? ഈ ഡോളറുകൾ എണ്ണാനാണോ നമ്മൾ ജീവിക്കണേ? എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ജോലി ചെയ്തോളൂ, കാശുണ്ടായിക്കോളൂ. പക്ഷേ കാശിന് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല കത്തോലിക്കൻ എന്ന് പറയുന്നത്. ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അതാണ് ഈ മെഴുകുതിരി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പോ ജന്മം നിഷ്ഫലമാകുമായിരുന്നു. ഇപ്പോഴും ജന്മം നിഷ്ഫലമാണ് പലരുടെയും. പലരും ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, പള്ളി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി സമയമെല്ലാം ഈ ലോകത്തിൻ്റെതായ
സമ്പാദ്യത്തിനും ഈ ലോകത്തിൻ്റെതായ ആശയങ്ങളും ഈ ലോകത്തിൻ്റെതായ പ്രത്യയശാസ്ത്രത്തിലും മുങ്ങിക്കൊണ്ട് പറയുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷനാണ് ചെയ്യണത്. പ്രൊഫഷൻ ചെയ്യണത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയും ചെയ്യാം. വെറും പൈസയ്ക്ക് മാത്രമായിട്ട് ജീവിക്കുമ്പോൾ പിന്നെ അവർക്ക് പ്രശ്നങ്ങളുമാണ്. പിന്നെ അവിടെ എന്താ ദൈവാനുഭവം? പിന്നെ അവിടെ ദൈവാനുഭവമില്ല. ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ക്രിസ്തുവിൻ്റെ ജ്ഞാനം, ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒരു വ്യക്തിബന്ധമായിട്ട് നമ്മുടെ ആത്മാവിൽ ഉണ്ടാകണം. അഹോ പിതാവേ, ഞങ്ങളോട് അങ്ങ് കാണിച്ച വാത്സല്യാതിരേകം, അഹോ അങ്ങേ ദയാവായ്പ്, അടിമയെ വീണ്ടെടുക്കാൻ അങ്ങ് പ്രിയപുത്രനെ ബലി കഴിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും പാപത്തിൻ്റെ അടിമകളായിരുന്നു. നമ്മളെ വീണ്ടെടുക്കാൻ അങ്ങ് പ്രിയപുത്രനെ ബലി കഴിച്ചു. അതാണ് പിതാവിൻ്റെ ആ സ്നേഹം. ഇത്ര വലിയ ഒരു രക്ഷകനെ ലഭിക്കാൻ ആദത്തിൻ്റെ പാപം ആവശ്യമായിരുന്നു. അത് ഭാഗ്യപ്പെട്ടതായിരുന്നു. ആ പാപം ക്രിസ്തുവിൻ്റെ മരണത്താൽ പരിഹരിക്കപ്പെടുകയും ചെയ്തു. കണ്ടോ? ഇതെല്ലാം നിങ്ങൾ എഴുതി വെച്ച് ഹൃദയത്തിൽ ധ്യാനിക്കണം. അത് ഞാൻ എപ്പോഴും പാടാറുള്ളതാണ്. ഈ ഭാഗം എപ്പോഴും പാടാറുള്ളതാണ് വർഷങ്ങളായിട്ട്. ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചൊന്തിയൊഴിച്ച ശിക്ഷകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം. ഇത്ര രണ്ടുപേരെ ഞാൻ അതിനകത്ത് പാടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്ര വലിയ ഒരു രക്ഷകനെ ലഭിക്കാൻ ആദത്തിൻ്റെ പാപം ആവശ്യമായിരുന്നു. ആണ് പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറണം. പാപത്തെക്കുറിച്ച് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. റാണി മരിയ. എനിക്ക് വളരെയധികം വ്യക്തിപരമായി പരിചയമുള്ളതാണ് സിസ്റ്റർ റാണി മരിയ ആയിരുന്ന. ഇൻഡോറിൽ ഞാൻ വളരെയധികം ധ്യാനിപ്പിച്ചപ്പോഴെല്ലാം ആ ധ്യാനത്തിൽ പങ്കെടുത്തിട്ടുള്ളതും അവരുടെ ശുശ്രൂഷ സ്ഥലത്തെല്ലാം പോയിട്ടുള്ളതും ആണ്. ആ റാണി മരിയയുടെ ചരിത്രം നമുക്കറിയാം. ആ റാണി മരിയയെ ഒരാൾ ഇത്ര ഭയാനകമായി 40 കുത്തി കൊലപ്പെടുത്തി. ശരിയാണ്, എന്തോ ഒരു ഭയങ്കര പാപമാണ് അയാൾ ചെയ്തത്. പക്ഷേ എന്ത് സംഭവിച്ചു? അതിനുശേഷം ആ റാണി മരിയയുടെ കുടുംബം മുഴുവനും ആ കൊലപാതകിയോട് ക്ഷമിച്ചു. അയാളെ സ്വന്തം മകനെ പോലെ സ്വീകരിച്ചു. അയാൾക്ക് മാനസാന്തരമുണ്ടായി. അയാൾക്ക് ശിക്ഷ കിട്ടി. അതിനുശേഷം അയാൾ മാനസാന്തരമുണ്ടായി. അയാളിലൂടെ വലിയ സുവിശേഷ വേല നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം റാണി മരിയ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ഒരു രക്തസാക്ഷിയായി, ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ റാണി മരിയ ഒരു രക്തസാക്ഷി ആകണമെങ്കിൽ ആരെങ്കിലും ഒരാളെ അതിനുവേണ്ടി നിയോഗിക്കണ്ടേ? അപ്പോൾ ഇതാണ്. അപ്പോൾ ആ സമന്തർ സിംഗ് കാരണം, അപ്പൊ അയാളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അയാൾ പറയുന്നത് ഞാനിതൊന്നും വിചാരിച്ചല്ല എന്ന് വണ്ടിയിൽ കയറിയത്. പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ശക്തി അയാളെ അതുപോലെ ചെയ്യിപ്പിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ പാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ പാപം എന്ന വാക്കിന് തന്നെ നമ്മൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് ദൈവം അറിയാതെ ഒരാളും ഒരിക്കലും ഒന്നും ചെയ്യില്ല. എന്ത് പാപം സംഭവിക്കുമ്പോഴും അത് ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് അതിൽ നിന്നും വലിയ നന്മ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് റാണി മരിയ. മറ്റു വിശുദ്ധരുടെയും ജീവിതം നമുക്കറിയാം. എന്നാൽ റാണി മരിയയുടെ ജീവിതം നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുള്ളതാണ്. പഴയ നിയമത്തിൽ വളരെ പ്രധാനമായ ഒരു പ്രബോധനമാണ്. ജോസഫിനെ തൻ്റെ സഹോദരന്മാർ കൊല്ലാൻ പോകുന്നു, കിണറ്റിലിട്ടു, അവസാനം ഈജിപ്തുകാർക്ക് വിറ്റു. അങ്ങനെ അവസാനം ജോസഫ് ഈജിപ്തിൽ വന്നു.
നമുക്ക് ആ സ്റ്റോറി മുഴുവൻ അറിയാം. അവസാനം ഈ സഹോദരങ്ങളെ ജോസഫിനെ കാണാൻ വന്നപ്പോ ജോസഫ് അവസാനം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർ ഭയന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ ജോസഫ് നമ്മളെ കൊന്നുകളയും, അവനോട് ചെയ്ത തിന്മയ്ക്ക് പ്രതികാരം ചെയ്യുമെന്ന് വിചാരിച്ച് വിറയ്ക്കുകയാണ്. ജോസഫ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല അത് ചെയ്തത്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ആ തിന്മ ദൈവം നമ്മളെല്ലാവരുടെയും രക്ഷയ്ക്കായിട്ട് നന്മയാക്കി മാറ്റി. അപ്പൊ പാപത്തിനോടുള്ള നമ്മുടെ മനോഭാവം കുറച്ചുകൂടി വിശദീകരിക്കപ്പെടണം. അതാണ് ഇവിടെ പറയുന്നത്. ഇത്ര വലിയ ഈ രക്ഷകനെ ലഭിക്കാൻ ആദത്തിന്റെ പാപം ആവശ്യമായിരുന്നു, അത് ഭാഗ്യപ്പെട്ടതായിരുന്നു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നോ? ഇത് വിശ്വസിക്കൂ. ഇത് വിശ്വസിച്ചിട്ട് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ ചെയ്യുന്ന പാപത്തെയും ഇതുപോലെ നമ്മൾ കാണണം. ആ പാപത്തിൽ നിന്ന് ദൈവത്തിന് നന്മ ഉണ്ടാക്കാൻ കഴിയുമെന്ന്. ആ പാപം ക്രിസ്തുവിന്റെ മരണത്താൽ പരിഹരിക്കപ്പെടുകയും ചെയ്തു. അനുഗ്രഹീതമായ രാത്രി, ക്രിസ്തു പാതാളം വിട്ട് ഉത്ഥാനം ചെയ്ത നേരവും നാഴികയും അറിയാൻ ഭാഗ്യം ചിന്തിച്ച ഏക രാത്രി. ഈ രാവിനെ കുറിച്ചാണ് രാത്രി പകൽ പോലെ പ്രകാശിക്കും, എൻ്റെ ആഹ്ലാദ വായ്പിൽ രാത്രിയും എനിക്ക് ദീപ്തിതമാക്കും എന്ന് എഴുതിയിരിക്കുന്നത്. ഈ രാത്രിയുടെ പരിശുദ്ധി അധർമ്മം നശിപ്പിക്കുന്നു, പാപം കഴുകിക്കളയുന്നു, പാപപങ്കിലർക്ക് നൈർമല്യം നൽകുന്നു, ദുഃഖിതർക്ക് ആനന്ദം പകരുന്നു, വിദ്വേഷം അകറ്റി സൗഹൃദം പുലർത്തുന്നു, അഹന്ത അമർത്തുകയും ചെയ്യുന്നു. അനുഗ്രഹം നിറഞ്ഞ ഈ രാത്രിയിൽ നമുക്കിവിടെ നിർത്താൻ. നമുക്ക് നാളെ ഇത് തുടരും കേട്ടോ. നാളെ ശനിയാഴ്ചയാണ്, നാളെയും ഈ ഞായറാഴ്ചയും നമുക്കിത് തുടരും. ഞാനിത് വേഗം തീർക്കാമെന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല. നിങ്ങൾ എന്നോട് യോജിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കണം. ഇത് വിശദമായിട്ട് പഠിക്കുന്നതിലൂടെ നമ്മളിൽ എന്തോ വലിയ ഒരു അനുഗ്രഹം ലഭിക്കാനുണ്ട്. സഭ മുഴുവനും ഒരു അനുഗ്രഹം ലഭിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാമെന്നാണ് തോന്നുന്നത്. നാളെയും ഞായറാഴ്ചയും നമുക്കിത് തീരുന്നത് വരെ, ഇപ്പോൾ ഇത് മുഴുവനും കഴിഞ്ഞിട്ട് വേണം ഓരോ പാഠകങ്ങൾ എടുക്കാൻ. 7 വായനകളുണ്ട്. ആ 7 വായനകളും എങ്ങനെയാണ് ഈ പെസഹ രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വിവരിക്കണം. ആ ഓരോ വായനയ്ക്ക് ശേഷം സങ്കീർത്തനങ്ങളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സങ്കീർത്തനങ്ങളുണ്ട്. എങ്ങനെയാണ് ആ സങ്കീർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും അതിനെല്ലാം ശേഷം പ്രത്യേകമായ ബലിയർപ്പണമാണ്. ആ ബലിയർപ്പണത്തിലെ ആമുഖ ഗീതങ്ങളുണ്ട്. ആ ആമുഖ ഗീതങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം വളരെ വിശേഷമായിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമുക്കും നമ്മുടെ അടുത്ത തലമുറകൾക്കും വേണ്ടിയാണെന്നുള്ള ബോധ്യത്തിലും ഇങ്ങനെ ഇത് പഠിക്കുന്നതിലൂടെ സഭ മുഴുവനിലും, പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള വൈദികർക്ക് താല്പര്യമെങ്കിൽ ഇത് കേൾക്കാൻ പറയാം. അറ്റ്ലീസ്റ്റ് വൈദിക വിദ്യാർത്ഥികളെങ്കിലും ഇത് കേൾക്കാൻ ഇടയാകണേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. വരുവിൻ, നമുക്കിവിടെ നിർത്താം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ ഉൾക്കാഴ്ച, നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയക്കണം. കാരണം ഈ ഉൾക്കാഴ്ചകൾ നിങ്ങൾ എന്നോട് വീണ്ടും പങ്കുവെക്കുമ്പോൾ എനിക്ക് അതിലൂടെ വലിയ കൺഫർമേഷനും കൂടുതൽ ആശയങ്ങളും എനിക്ക് കിട്ടുകയാണ്. അതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാം പറയാം. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ അതിൽ പ്രധാനപ്പെട്ട സന്ദേശം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യാം. വരുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. കർത്താവേ, ഈ ഉത്ഥാന മഹോത്സവത്തിന്റെ രഹസ്യങ്ങൾ പഠിക്കാൻ ഞങ്ങളെ അനുവദിച്ചതിന് നന്ദി പറയണം കർത്താവേ. ഇതുപോലെ വിവരിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതും ഇത് പഠിക്കാനും ഇത് ഞങ്ങൾ പഠിക്കുന്നതിലൂടെ സഭയാകുന്ന ശരീരം മുഴുവനിലും ഈ വലിയ രഹസ്യങ്ങളെ പ്രസരിക്കാനും ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലും തലമുറകളിലേക്കും ഇത് പകരാനും ഞങ്ങളുടെ വിശ്വാസം
കൂടുതൽ ശക്തമാകാനും ഇനി ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഇതെല്ലാം അനുഭവിച്ചർപ്പിക്കാനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. നന്ദി. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് എല്ലാവരും സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കർത്താവേ, അങ്ങ് സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കടബാധ്യതകളെല്ലാം എടുത്ത് മാറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ ശിക്ഷ എടുത്ത് മാറ്റിയിരിക്കുന്നു. തലമുറകളെ വിശദീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദ ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ. ബൈ ബൈ.